ദീസ് ആർ ദി 5 റീസൺസ്. അതായത് എന്നെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഹിയറിംഗ് എയ്ഡ് വേണ്ട എന്നവർ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 5 മേജർ കാരണങ്ങൾ. ആൻഡ് എന്തുകൊണ്ടാണ് ഈ കാരണങ്ങളെ അല്ലാന്ന് ഞാൻ പറയാനുള്ള 5 കാരണങ്ങൾ. എനിക്ക് ഒട്ടുമേ കേൾക്കാതെ ഒന്നുമില്ലല്ലോ, ആവശ്യത്തിന് കേൾക്കാലോ. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വെയിറ്റ് ഫോർ 7 to 8 years. അപ്പൂപ്പ എപ്പോഴും നേരത്തെ റീഹാബിലിറ്റേഷൻ തുടങ്ങുന്നതാണ് നല്ലത്. എന്നാലും മക്കളെ എനിക്ക് അത്ര സിവിയർ ആയിട്ടുള്ള കേൾവി കുറവൊന്നുമില്ലല്ലോ. എൻ്റെ പൊന്നപ്പൂപ്പ, ഈവൻ മൈൽഡ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് പോലും അവരുടെ സ്പീച്ച് ക്ലാരിറ്റിയെ ആളുകൾ പറയുന്നത് മനസ്സിലാക്കുന്നതിനെ ബാധിക്കാറുണ്ട്, മെമ്മറിനെ ബാധിക്കാറുണ്ട്, സോഷ്യലി വിഡ്രോ വരെ, അതായത് ഈ ഒരു സോഷ്യൽ ലൈഫിൽ നിന്ന് പതിയെ അവർ വിഡ്രോ വരെ ചെയ്യാറുണ്ട്. സോ ഒരു റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആ ബുദ്ധിമുട്ട് സിവിയർ ആവണം എന്നുള്ളതില്ല. എന്നാലും അത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമൊന്നും അല്ല. അപ്പൊ പണ്ട് കാണുന്ന പോലെയൊന്നും അല്ല. മോഡേൺ ഹിയറിംഗ് എയ്ഡ്സ് ആർ വെരി ടൈനി, ഭയങ്കര സോഫ്റ്റ് ഫിറ്റ് ആണ്. ഈവൻ കസ്റ്റമൈസബിൾ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ഓരോ ആൾക്കാരുടെയും ചെവിയുടെ ഷേപ്പിനൊക്കെ അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡ് വരെ ഉണ്ട്. എത്രയൊക്കെ മേടിച്ച് വെച്ചാലും ഭയങ്കര ബഹളമൊക്കെ ഉള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ അത് അത്ര അങ്ങോട്ട് വർക്ക് ചെയ്യില്ല. അത് ശരിയാണ് അപ്പൂപ്പ. പക്ഷേ ഇഫ് യു ക്യാൻ സ്പെൻഡ് മോർ, പുതിയ ടെക്നോളജീസ് ഉള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഉള്ള ഹിയറിംഗ് എയ്ഡുകൾ കിട്ടും, വിച്ച് ക്യാൻ കൺട്രോൾ ദി ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഈവൻ ബെറ്റർ. അതുപോലത്തെ മേടിച്ച് വെച്ച ആളുകൾ പ്രായമായെന്നൊക്കെ പറയും, പൊട്ടനെന്നൊക്കെ വിചാരിക്കും. ചുമ്മാ എന്തിന് എന്ന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതിനേക്കാളും മോശമാണ് അപ്പൂപ്പ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡിവൈസ് ചെവിയിൽ വയ്ക്കുന്നത്. എൻ്റെ അപ്പൂപ്പ. സോ പ്ലീസ് ഡോണ്ട് വെയിറ്റ്, സ്റ്റാർട്ട് യുവർ റീഹാബിലിറ്റേഷൻ ഇയർലി. നമുക്ക് ജീവിതവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കാഴ്ച, കേൾവി. സോ സ്റ്റേ ഹെൽത്തി.